ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത, തുറന്ന വാതിൽ അടച്ചിരിക്കുന്നു. ഇവിടെയാണെന്ന് അറിയാമോ? സെക്രട്ടേറിയറ്റിൽ വീണ്ടും മാധ്യമ നിയന്ത്രണം. അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകർക്ക് പോലും അനുമതിയില്ലാതെ ഇനി പ്രവേശനം അനുവദിക്കില്ല. ടിൻഡുദാസ് ജെ നമുക്കൊപ്പം ചേരുകയാണ്. സുപ്രഭാതം ടിൻഡുദാസ്. തുറന്ന വാതിലുകൾ, മലർക്കെ തുറന്ന വാതിലുകൾ, അതായിരുന്നല്ലോ പ്രചാരണ വാചകം. അപ്പോൾ ആ തുറന്ന വാതിൽ ഹണിമൂൺ പീരീഡ് പൂർത്തിയായിട്ട് പോലുമില്ല, അതിനു മുൻപേ അടച്ചോ? എന്താണ് കാരണം? സുപ്രഭാതം സുജയ പാർവതി. ഒരാഴ്ചയ്ക്ക് മുന്നേ തന്നെ സെക്രട്ടേറിയറ്റിൽ പൊതുജനങ്ങൾക്കുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്തതുപോലെ തന്നെ 3 മണി മുതൽ 5 മണി വരെയുള്ള ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് അക്രഡിറ്റേഷനുള്ള മാധ്യമപ്രവർത്തകർക്കുൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ തന്നെ വകുപ്പിന്റെ പരിഗണനയിലുള്ള ഇൻഫർമേഷൻ വകുപ്പിന്റെ പരിഗണനയിലുള്ള കാര്യമാണ് ഈ സന്ദർശകരുടെ സമയം, അതോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരുടെ സന്ദർശനമൊക്കെ. മുഖ്യമന്ത്രി ബജറ്റിന്റെ തിരക്കിനായതിനാൽ തന്നെ ഈ കാര്യങ്ങളിലൊന്നും ഒരു അടിയന്തര തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ വിശദീകരണം ലഭിച്ചിട്ടുള്ളത്. ആദ്യം മുഖ്യമന്ത്രി അധികാരത്തിലേറ്റതിനു ശേഷം ആ നോർത്ത് ഗേറ്റ് വാതിൽ തുറന്നതൊക്കെ വലിയ രീതിയിലുള്ള വാർത്തയായിരുന്നു. അന്ന് മുഖ്യമന്ത്രി തന്റെ 1-ാം നമ്പർ കാറിലൂടെ ആ ഗേറ്റിന് പുറത്തേക്ക് വരുന്നതൊക്കെ വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ ആകർഷിച്ചതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരാഴ്ച, ഏതാണ്ട് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കർശന നിയന്ത്രണം. അതായത് പേരിനൊന്ന് തുറന്നു, അത് വാർത്തയായി, ആഘോഷമായി. അത് കഴിഞ്ഞപ്പോൾ അടയ്ക്കുന്നു, പഴയപടിയാകുന്നു. അപ്പോൾ പിന്നെ പിണറായി കാലത്തെ കുറ്റം പറഞ്ഞതിൽ നിന്ന് ഈ പിണറായി കാലവും ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഈ നേരത്തെ സുജയ പാർവതി സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാർ അധികാരത്തിൽ വന്ന് ആദ്യത്തെ കുറച്ച് ദിവസം ഒരു പുറമോടിക്കായിട്ട് ഇത് ഒരു സന്ദർശകർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നു. അല്ലെങ്കിൽ ഈ പൊതു സന്ദർശനം മാധ്യമപ്രവർത്തകർക്ക് ഏത് സമയം സെക്രട്ടറിയിലേക്ക് കയറി ചെല്ലാൻ സാധിക്കുന്നു. അങ്ങനത്തെ രീതിയിൽ ആദ്യം വലിയ രീതിയിലുള്ള നിയന്ത്രണമൊന്നും ഇല്ലായിരുന്നു. പിന്നീട് കാര്യങ്ങൾ പതിയെ മാറുന്നു. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സെക്രട്ടേറിയറ്റിൽ ഏത് സമയവും പൊതുജനങ്ങളുടെ സന്ദർശനം, അതോടൊപ്പം തന്നെ ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് വരുന്ന ആൾക്കാരുടെ വലിയ തിരക്കായിരുന്നു. ആ തിരക്ക് ആദ്യഘട്ടത്തിൽ നിയന്ത്രിച്ചു കൊണ്ടുവന്നു. പിന്നീട് അതിന്റെ മറയാക്കി മാധ്യമപ്രവർത്തകർക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് PRDയിൽ ഉൾപ്പെടെ വാർത്താ സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ ചെല്ലണമെങ്കിൽ പുറത്ത് കണ്ടോൺമെന്റ് ഗേറ്റിന് സമീപമുള്ള സെക്യൂരിറ്റി ഓഫീസിൽ പറഞ്ഞ് പ്രത്യേക അനുമതി എടുത്ത കാരണമാണ്. അത് വലിയ രീതിയിലുള്ള വിമർശനം സർക്കാരിന് ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിൽ തന്നെ ഇത്തരത്തിൽ മാധ്യമപ്രവർത്തകർക്ക് പ്രസ് മീറ്റ് കവർ ചെയ്യാൻ പോലും ഇത്രയും വലിയ ഒരു സെക്യൂരിറ്റി ആവശ്യമാണോ എന്ന രീതിയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. അതേ നിലപാട് തന്നെയാണ് ഈ സർക്കാരും സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകർ PRDയിലേക്കൊക്കെ ചെല്ലണമെങ്കിൽ മുൻകൂറായിട്ട് അറിയിക്കണം. അല്ലെങ്കിൽ അവിടെ ചെന്നതിന് ശേഷം അവിടെ നിന്ന് മന്ത്രിമാരുടെ ഓഫീസിൽ വിളിച്ചു പറഞ്ഞ് ഇന്ന പ്രസ് മീറ്റിനാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ PRDയിൽ ഈ പ്രസ് മീറ്റ് വന്നിട്ടുണ്ട് എന്ന് മുൻകൂർ അറിയിച്ചതിന് ശേഷം മാത്രമേ ഇപ്പോഴും കയറാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. Big TV without fear or favor.